താരസംഘടന അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേത മേനോൻ. എവിടെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനം ഉള്ളതെന്നും ബൈലോയിൽ ഇല്ലാത്ത കമ്മിറ്റി എങ്ങനെ നിലവിൽ വന്നുവെന്നും ശ്വേത ഫേസ്ബുക്കിൽ ചോദിക്കുന്നു. ആര്യ വിനോദ, ആര്യ, നേരത്തെ അമ്മയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരുന്നല്ലോ ശ്വേത. രാജിയില്ല, നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ രാജിയുമായി മുന്നോട്ട് പോകില്ല എന്നാണോ ശ്വേത ഫേസ്ബുക്കിലൂടെ പറയുന്നത്? എന്താണ് ആ കുറിപ്പിലുള്ളത്? തീർച്ചയായിട്ടും നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അമ്മയിൽ നിന്നും ഇറങ്ങില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് നൽകുന്നത്. നേരത്തെ തന്നെ രമേശ് പിഷാരടി അടങ്ങുന്ന ഒരു ടീം അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വം അവിടെ ഇന്ന് മീറ്റിംഗ് നടക്കുകയുണ്ടായി. അതിനുശേഷം മാധ്യമങ്ങളെയും കാണുകയുണ്ടായി. ശ്വേതാ മേനോന്റെ രാജിക്കത്ത് കിട്ടിയിട്ടില്ലെന്നാണ് അതിൽ രമേശ് പിഷാരടി പറയുകയുണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ശ്വേതാ മേനോന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അമ്മയെ അനാഥയാക്കി ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത്. ഈ ഒരു ബൈലോയിൽ എവിടെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനം ഉള്ളതെന്ന് ശ്വേതാ മേനോൻ ചോദിക്കുന്നുണ്ട്. ബൈലോയിൽ ഇല്ലാത്തൊരു കമ്മിറ്റി എങ്ങനെ നിലവിൽ വന്നു എന്നും വ്യക്തമാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നത്. നേരത്തെ തന്നെ ഒരു കമ്മിറ്റി പിരിയുകയാണെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി വരുന്നത് വരെ തുടരേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട പഴയ കമ്മിറ്റി തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോടെ ഒക്കെ ഇപ്പോൾ ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുകയാണ്. ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണെന്നും അതിലൂടെ ഒരുപാട് പേർക്ക് സഹായം ലഭിക്കുന്നുണ്ടെന്നുമൊക്കെ ഇപ്പോൾ ശ്വേത പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ല, തുടർന്നും ഈ സ്ഥാനത്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശ്വേത വ്യക്തമാക്കുന്നത്.